ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനിരിക്കുന്ന വീഡിയോ ലെമൺ പിക്കിളാണ്. എല്ലാവരും ലെമൺ പിക്കിൾ ഇടും, എന്നാൽ ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു ലെമൺ പിക്കിളാണ് നിങ്ങളെ കാണിക്കുന്നത്. ലെമണിൻ്റെ കൂടെ ഡേറ്റ്സ് ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പിക്കിൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ലെമണിൻ്റെ അച്ചാറാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ വലിപ്പമുള്ള ഒരു 3 നാരങ്ങ ഞാനിപ്പം ബോയിൽ ചെയ്യാനിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് എത്ര മിനിറ്റ് ബോയിൽ ചെയ്യണം? ഇതൊരു 5 മിനിറ്റ്. കാരണം നല്ലതായിട്ട് ഇതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടി നല്ലതായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു 5 മിനിറ്റ് ഇടുന്നത്. അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം അതിൻ്റെ ആ കറയൊക്കെ പോകാൻ വേണ്ടി, കയ്പില്ലാതിരിക്കാൻ വേണ്ടി. പിന്നെ ഈ ഡേറ്റ്സ് ആണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. നോർമൽ ഡേറ്റ്സ് ആയാലും നോർമൽ ഡേറ്റ്സ് മതി. ഡേറ്റ്സ് വിത്ത് ആൽമണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, ആൽമണ്ട് ഇടുന്നില്ല, ഡേറ്റ്സ് ഇടുന്നുള്ളൂ. ഈ 3 എണ്ണത്തിനകത്ത് ഒരു 8-9 ഡേറ്റ്സ് ഇട്ടാൽ മതി. ഓക്കെ, അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നാരങ്ങ ചെറുതായിട്ട് ലെമൺ കട്ട് ചെയ്ത് 2 എണ്ണം 3 എണ്ണം ഉണ്ട്. ബോയിൽ ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്തതൊന്ന് പൊട്ടും, അന്നേരം നമുക്ക് മനസ്സിലാവും അത് വെന്തെന്ന്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ്, ഒത്തിരി അങ്ങ് ഇതായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. അടുത്തതായിട്ട് വെളുത്തുള്ളി ഒരു വലിയ കുടത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇച്ചിരി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു കറിവേപ്പില ഒരു തണ്ട്. പിന്നെ അതിന് വേണ്ടത് മുളക് പൊടി ഈ സ്പൂണിന് ഒരു 3 സ്പൂണ്. അത് മിക്സ് ചെയ്താണ് കാശ്മീരി, മറ്റേത് എരിവുള്ളതും എരിവില്ലാത്തതും. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനം നമുക്ക് മതി. വിനാഗർ, ഇത് ഡേറ്റ്സ് കട്ട് ചെയ്താണ്, വിനാഗറും ഉണ്ട്. ആൽമണ്ട്സ് മാറ്റിയിട്ട് ഡേറ്റ്സ് മാത്രം കട്ട് ചെയ്ത് ഇത്രയും. പിന്നെ നമ്മളിപ്പം പാൻ ചൂടാൻ വെച്ചു, അതിലാവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിക്കും. ഒത്തിരി എണ്ണ വേണ്ട, കാരണം നമുക്കിത് ഒത്തിരി ദിവസം വെച്ചിരുന്നാലും കുഴപ്പമില്ല, എന്നാലും നമുക്കിപ്പം കൂട്ടാൻ വേണ്ടിയാണല്ലോ. ഇതൊന്ന് ചൂടാവുമ്പോൾ ശകലം കടുക് ചൂടായിരിക്കും. ഓൾറെഡി കടുകിട്ടു. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മൾ ഈ വെളുത്തുള്ളി ആദ്യം ഇടും, കാരണം വെളുത്തുള്ളിയാണ് ഇച്ചിലൂടെ നന്നായിട്ട് മൂക്കാൻ എളുപ്പം, മൂക്കാൻ താമസമുള്ള. അതൊന്ന് നീക്കി കൊടുത്തിട്ട് അതിനകത്തോട്ട് തന്നെ ഇഞ്ചി ഇടുക, ഈ കറിവേപ്പില ഇടുക. ഇത് 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറാകുന്നതിനും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തുകൊണ്ട് ഇതേ കൂടെ 1 സ്പൂൺ ഇടാം, കാരണം ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം, വഴറ്റാൻ വേണ്ടി. ഇനി നമുക്കിത് വഴന്ന് കഴിയുമ്പോൾ ഗ്യാസ് ഒന്നും നമുക്ക് സിമ്മായിട്ടില്ല, കാരണം ചൂട് കൂടി പോയാൽ കരിവല്ല. ഇത് നിങ്ങളിപ്പം കണ്ടല്ലോ, ഇത് വഴന്ന്. ഇനി നമ്മൾ ഈ ഗ്യാസ് ഈ പാൻ ഇച്ചിരി മാറ്റി വെക്കണം, കാരണം പെട്ടെന്ന് കരിയും. അതുകൊണ്ട് പാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലകളെല്ലാം ഇടാം അല്ലേ? കായം, ഉലുവ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കണം, കാരണം പെട്ടെന്ന് ഇത് കരിയുന്നതാണ്. ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ വിനാഗർ ഒഴിക്കും. വിനാഗർ ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ഐഡിയ വെച്ചാൽ ഒഴിക്കുക. എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒരു തന്നെയുള്ള ഒരു ഐഡിയ ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലേ, ഇതൊന്നും നനയത്തക്ക പോലെ. ഒത്തിരി ഒഴിച്ചാലും പുളി കൂടും. ഒന്ന് മിക്സായി. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കൂട്ടി വെക്കാം. ഇതൊന്ന് മിക്സായി. ഇനി നമ്മൾ ഇടാൻ പോവാണ് നമ്മുടെ നാരങ്ങയായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ ഈ അച്ചാറൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു ടേസ്റ്റാണ്. ഞാനിത് പരീക്ഷിച്ച് നോക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇത് പലരും കഴിച്ചവരെല്ലാം പറഞ്ഞു ഇത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചതിന് ഡേറ്റ്സും കൂടി ഇടും. ഗ്യാസ് ഓൾറെഡി നമ്മൾ കൂട്ടി വെച്ചേക്കുക. ഹൈ ഫ്ലെയിം. ഹൈ ഫ്ലെയിം വെച്ചേക്കുക, കാരണം ഇതൊന്നും തിളക്കത്തക്ക പോലെ. കണ്ടല്ലോ ഇത് തിളച്ചു. ഇനി ഇത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഇതിപ്പം ഏകദേശം ആയി. ഇതിന് ഈ ചൂടടുപ്പേ തന്നെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പം ചൂടുണ്ടല്ലോ ഗ്യാസിന്, ഇത് ഓക്കെ ആകും. ഇതാണ് എൻ്റെ ലെമൺ പിക്കിളിൻ്റെ രഹസ്യം. നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ലൈം പിക്കിളാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് എന്നോട് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Until then, like, subscribe, share and don't forget to press the bell button. Bye.